Celebrating 50 years. Majestic Jewelers. തവനൂരിൽ ഫിറോസ് കുന്നംപറമ്പിലിന്റെ പ്രചാരണ വാഹനത്തിന് നേരെ അക്രമം. പൈലറ്റ് വാഹനവും തുറന്ന വാഹനവും തകർക്കപ്പെട്ടു. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. CPM ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. തിരൂരിനടുത്ത് കൂട്ടായി പള്ളിക്കുളത്ത് വെച്ചാണ് രാത്രി 8 മണിയോടെ അക്രമമുണ്ടായത്. മംഗലം പഞ്ചായത്തിൽ കുടുംബയോഗത്തിന് വരുന്നതിനിടെയാണ് അക്രമം. പ്രചാരണ വാഹനം ഇരുമ്പുവടി ഉപയോഗിച്ച് തകർക്കുകയും ബാനറുകൾ നശിപ്പിക്കുകയും ചെയ്തു. വണ്ടിയുടെ ഗ്ലാസ് തച്ച് തകർത്തിട്ടുമുണ്ട്. ഡ്രൈവർ മുഹമ്മദ് തസ്നീം, അനൗൺസർ ജൗഹർ എന്നിവരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു. തീർത്തും പരാജയപ്പെടും എന്ന ഉത്തമ വിശ്വാസം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കും ഇടതുപക്ഷ പ്രവർത്തകർക്കും ഉള്ളതുകൊണ്ടാണ് ഇത്രയേറെ വ്യാപകമായ അക്രമത്തിലേക്കും അപവാദ പ്രചരണങ്ങളിലേക്കും അവരെ നയിക്കുന്നത്. പക്ഷേ ഇന്നലെ പ്രകടനം തുടങ്ങിയ ആശാൻപടി മുതൽ കൂട്ടായി വരെ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ പ്രചരണത്തിന് വെച്ചിരുന്ന പ്രചരണ ബോർഡുകളെല്ലാം അടിച്ചു തകർത്ത് സൈഡിൽ എല്ലാം സെറ്റും പാട്ടും എല്ലാം ഓഫ് ചെയ്ത് സൈഡിൽ നിർത്തിയിരുന്ന പ്രചരണ വാഹനങ്ങൾ തകർത്ത് ഡ്രൈവറെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു. അദ്ദേഹം തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത്. ഫിറോസ് കുന്നംപറമ്പിൽ സഞ്ചരിച്ചിരുന്ന തുറന്ന വാഹനം അതും തകർത്തു. ഇന്നലെ പോലീസ് എത്തിയാണ് ആ 2 വാഹനങ്ങളും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. CPM പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് UDF നേതാക്കൾ പറഞ്ഞു. തോൽവി ഭയന്ന് CPIM വ്യാപകമായി അക്രമം അഴിച്ചുവിടുകയാണെന്ന് സ്ഥാനാർത്ഥി ഫിറോസ് കുന്നംപറമ്പിൽ ആരോപിച്ചു. ഇന്നലത്തെ അക്രമത്തിനു പുറമെ വ്യാപകമായി പ്രചാരണ ബോർഡുകളും പോസ്റ്ററുകളും നശിപ്പിക്കപ്പെടുന്നതായും ഫിറോസ് ആരോപിച്ചു. തോൽവി മണക്കുമ്പോൾ അക്രമം അഴിച്ചുവിടുന്നത് ശരിയല്ലെന്നും ഫിറോസ് പറഞ്ഞു. ജനങ്ങളോട് വികസനം പറഞ്ഞു വോട്ട് ചോദിക്കാൻ ജലീലിന് സാധിക്കുന്നില്ലെന്നും ഫിറോസ് വ്യക്തമാക്കി.